ഞാനൊരു 2-3 മാസത്തിന് മുമ്പ് ഒരു ഏത്തക്ക എണ്ണയില്ലാതെ എങ്ങനെ പൊരിക്കാം എന്നൊരു വീഡിയോ ഇട്ടിരുന്നു. 4 ലക്ഷം പേരോ മറ്റോ അന്ന് തന്നെയാണ് കണ്ടത്, 2 ദിവസം 3 ദിവസം കൊണ്ട്. പക്ഷെ ഇപ്പോഴും ആൾക്കാർ കാണുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് ബാഡ് കമൻറ്റുകൾ വന്നു, പ്രോത്സാഹിപ്പിക്കുന്ന കമൻറ്റ് വന്നു. ചിലർക്ക് ഒരു ഏത്തക്ക കീറിയ എത്ര കഷ്ണം ഉണ്ടെന്ന് അറിയത്തില്ല. ചിലർ പറയുന്നത് ഞാൻ പൊരിച്ച ഏത്തക്ക എടുത്ത് ചൂടാക്കിയതെന്ന് പറയുന്നു. എണ്ണയില്ലാതെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. ഏതായാലും ഞാൻ അതൊന്നുകൂടെ ഒന്ന് കാണിക്കാം. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ആ വീഡിയോ കണ്ടവർക്ക് ഇത് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. എണ്ണയില്ലാതെ ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്നേ, ഇത് പഴയതെങ്ങാണ്ട് ചെയ്ത് വെച്ചിരുന്നത് ചൂടാക്കിയതാണ്. അവർക്കായിട്ട് ഞാനൊരു വീഡിയോ കാണിക്കാം. നമുക്കിപ്പോൾ ഇതിനകത്ത് കള്ളത്തരം പറഞ്ഞ് വ്യൂസ് കൂട്ടാനോ കള്ളത്തരം പറഞ്ഞ് റേറ്റ് കൂട്ടേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. ഞാൻ ചെയ്യുന്നതെല്ലാം സത്യസന്ധമായിട്ട് മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരുടെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ കുറച്ച് മൈദാമാവ് എടുത്തത്, അതിനകത്തൊരു ശകലം ജീരകവും ഇട്ട് കലക്കിയെടുത്തു. ഇത്തിരി അങ്ങ് ഇതാക്കേണ്ട, ഒരേത്തക്ക 4 കീറിയാൽ എത്ര കഷ്ണമുണ്ട്? 2 മുറിച്ചു. ഇനി അത് 2 മുറിച്ച് കഴിയുമ്പോൾ എത്ര കഷ്ണം ഉണ്ടെന്ന് അറിയാത്തവർ പോലും ഉണ്ട്. അവരാണ് കമൻ്റ് ഇട്ടത്. 2 ഏത്തക്ക പൊരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇത്രയും കഷ്ണങ്ങളുണ്ടോ? അപ്പം 4 8 കഷ്ണമുണ്ട്. അതുപോലും മനസ്സിലാക്കാതെയാണ് ഓരോരുത്തർ കമൻ്റ് ഇടുന്നത്. ഏതായാലും എനിക്ക് മനസ്സിലായി, അത് അവരാരും വീഡിയോ കണ്ടിട്ടില്ല ശരിക്കും. അപ്പോൾ അതാണ് അവരങ്ങനെ എത്ര തിളയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ഇതേണ്ട അടുപ്പ് വെച്ചു. അതിപ്പോൾ ചൂടായി നിൽക്കുകയാണേ, നല്ല ചൂടായി നിൽക്കുക. അപ്പം അതിൻ്റെ പുറത്ത് ഒരു അലുമിനിയത്തിൻ്റെ തട്ടെടുത്ത് വെച്ചു. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഞാനൊരു ശകലം ഇങ്ങനെ എണ്ണ തൂത്ത് കൊടുത്തു. അത് മാവ് പറ്റി പിടിക്കാതിരിക്കാം ഞാൻ തൂത്ത് കൊടുത്തു. അപ്പോൾ ഇത് നല്ല ചൂടായി കിടക്കുകയാണേ. അതിട്ടാണ് നമ്മൾ ഈ ഏത്തയ്ക്ക മുക്കി വെക്കാൻ പോകുന്നത്. അപ്പോൾ എണ്ണയ്ക്കകത്താണോ പൊരിച്ചത്, എണ്ണയ്ക്കകത്ത് പൊരിച്ച് ഞാൻ പാനിനകത്ത് ചൂടാക്കി കാണിച്ചതാണോ എന്നൊക്കെ അറിയാൻ സംശയമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. ശരിക്കും കണ്ടിട്ട് വേണം ഓരോ കാര്യത്തെക്കുറിച്ചും അഭിപ്രായം പറയാം. കണ്ടില്ലെങ്കിൽ കേട്ടില്ലെങ്കിൽ അതെങ്ങനെയാണ് ചേച്ചി, അല്ലെ ഒന്നുകൂടെ കാണിക്കാമോ, അല്ലെ അതെങ്ങനെയാണെന്ന് പറയണം. അപ്പോൾ ആ ചൂടായ പാനിലേക്ക് ഞാൻ ഇപ്പോൾ എൻ്റെ മണ്ടയ്ക്കോട്ടത്തെ ഇത് വെക്കുക. ഇങ്ങനെ വെക്കുക. ഒച്ച കേട്ടല്ലോ. ഇങ്ങനെ വെക്കുക. കുറച്ചുകൂടെ വലിയ തട്ടാണെങ്കിൽ നമുക്ക് വെക്കാം. ഇപ്പം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഈ കപ്പിൻ്റെ മണ്ടയ്ക്ക് വെച്ചാണ് പപ്സ് ഉണ്ടാക്കിയത്. അപ്പം അതിനൊക്കെയുള്ള പാത്രമായിട്ട് ഞാനിത് ഉപയോഗിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈ ചെറുതെടുത്തത്. 3 4 വെച്ചിട്ടുണ്ട്. ഒരു ഏത്തക്ക 4 മുറിക്കുമ്പോൾ എത്ര കഷ്ണമാണ് മനസ്സിലായോ? ഇപ്പോൾ ഈ പാൻ നല്ല ചൂടായി കിടക്കുക, ഈ പാത്രവും ചൂടായിരിക്കുക. ഇനി ഞാനിത് ശകലം മീഡിയം, തീരെ ലോ ആക്കുകയല്ല, ഒരു മീഡിയത്തെ വെച്ചു. എന്നിട്ട് ഈ അപ്പച്ചെമ്മിൻ്റെ തട്ട്, അല്ലെങ്കിൽ നമുക്കിതിന് പറ്റി എന്തെങ്കിലും മൂടി വെച്ച് ഇതിങ്ങനെ അടച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ പരുവ് എങ്ങനെയാണെന്നറിയാം. അപ്പം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എണ്ണയ്ക്കകത്താണോ ഉണ്ടാക്കിയത് ചൂടാക്കിയതാണോ എന്നുള്ളത് സംശയം എല്ലാവരുടെയും തീരുമല്ലോ. ആ സംശയം തീർക്കുക എന്നുള്ളതാണ് എൻ്റെ വീഡിയോയുടെ ലക്ഷ്യം. നമ്മുടെ ഏത്തക്കാപ്പം 10 മിനിറ്റ് ആയേ. 10 മിനിറ്റ് ആയപ്പോൾ നമുക്ക് അതിൻ്റെ സംഗതി എങ്ങനെയാണെന്നൊന്ന് നോക്കാം. എണ്ണയിൽ പൊരിച്ച മറിച്ചിട്ട പാനിനകത്ത് ചൂടാക്കിയ ഏത്തക്കാപ്പം. ഓരോരുത്തർക്ക് എന്താ കമൻ്റൊക്കെ ആയിരുന്നു. നമുക്കിതൊന്ന് നോക്കാം. എണ്ണയ്ക്കകത്ത് പൊരിച്ചതാണോ എണ്ണ ഇല്ലാതെ പൊരിച്ചതാണോ? ഇനി നമുക്കിതൊന്ന് മറിച്ചിടാവേ. ഉണ്ടോ? എണ്ണയ്ക്കകത്താണോ പൊരിച്ചത്? ഒന്ന് പറഞ്ഞേ. എണ്ണയ്ക്കകത്ത് പൊരിച്ച നെയ്യ് ഏത്തക്കാപ്പം കോരിയത് പോലല്ലേ ഇരിക്കുന്നത്. നോക്കി, ശകലമെങ്കിലും എണ്ണ ഉണ്ടോ നോക്കാം, കാണിക്കാം. ഉണ്ടോ? ഉണ്ടോ? അതായത് നമ്മൾ എണ്ണയ്ക്കകത്തുനിന്ന് പൊരിച്ച് വാങ്ങിക്കുന്ന ഏത്തക്കാപ്പം പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. ഒരു കാര്യം സംശയം ഉണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കുക. മറ്റുള്ളവരെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല ഇങ്ങനെ ഉപദ്രവിക്കരുത്. ഇങ്ങനെ കള്ളം പറഞ്ഞ് ഞാൻ ചെയ്തെന്ന് പറയരുത്. എനിക്കത് വലിയ ഇതായിപ്പോയി. അതാണ് കള്ളം ചെയ്താൽ ഞാൻ കള്ളത്തരമല്ല ചെയ്തതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത്. കണ്ടോ?
ഇപ്പം മനസ്സിലായോ? ഇപ്പം മനസ്സിലായില്ലേ? ഇനി തിരിച്ചിട്ടിട്ട് ആ ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റ് കൂടെ മതി. നമ്മളിപ്പോൾ പറയുന്ന പോലെ ഏത്തക്കാപ്പം തിന്നണമെന്ന് ആഗ്രഹമൊക്കെ ഉള്ളവർ കാണുമെന്നേ. പ്രായമായ പലരും ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർ പറയും, ഞങ്ങൾക്ക് ഒരു ഏത്തക്കാപ്പം തിന്നാം, ഇത് ഏത്തക്ക അങ്ങ് പുഴുങ്ങി അങ്ങ് കൊടുക്കുമോ? ഇല്ലല്ലോ, നമ്മളത് പുഴുങ്ങി കൊടുക്കാവോ അല്ലെങ്കിൽ അത് ഫ്രൈ ചെയ്ത് കൊടുക്കാവോ നമ്മൾ നോക്കത്തില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവർ, അപ്പച്ചന്മാർ, പ്രായമുള്ളവരൊക്കെ ഉണ്ട്, എണ്ണ അധികം ഉപയോഗിക്കാൻ വയ്യാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി തിന്നട്ടെന്ന് ഓർത്താണ് ആ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇത്രയും കമൻറ്റ് വന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ വീണ്ടും ചെയ്തത് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും സംശയം തീർന്നെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ പുതിയ സംശയങ്ങളുണ്ടെങ്കിൽ വരട്ടെ. എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, എന്നെ കമൻ്റ് ഇടുന്ന എല്ലാവർക്കും താങ്ക്സ്. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഏത്തക്കാപ്പം റെഡിയായി. നമുക്ക് നോക്കാം. എണ്ണയില്ലാതെ പൊരിച്ച ഏത്തക്കാപ്പം വളരെ ലോയിലാണ് തീ കിടക്കുന്നത്. ഇനി നമുക്ക് ഈ പാത്രം ഇങ്ങോട്ട് നീക്കാം. ചൂടാണ്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. ഇനി എനിക്ക് ചുട്ടെടുക്കാനുണ്ട്. പാത്രം അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ എണ്ണയില്ലാതെ ഉണ്ടാക്കിയ ഏത്തക്കാപ്പം കണ്ടോ? നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച അതേപോലെ എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്ന അതേ ഏത്തക്കാപ്പം പോലെ തന്നെ ഉണ്ടോ?